9th സ്റ്റാൻഡേർഡ് CBSEയുടെ 5th ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ജോമെട്രി എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജോമെട്രി എന്ന വേർഡ് ഡിറൈവ് ചെയ്ത രണ്ട് വേർഡ്സിൽ നിന്നാണ്. ജിയോ മീനിങ് എർത്ത് ആൻഡ് മെട്രെയിൻ മീനിങ് ടു മെഷർ. ഓക്കെ, ദാറ്റ് മീൻസ് ജോമെട്രി എന്താണ്? ടു മെഷർ എർത്ത്. ഓക്കെ, ആദ്യകാലങ്ങളിൽ ജോമെട്രി എന്ന് ഡെവലപ്പ് ചെയ്ത് എന്തിനാണ്? എർത്ത്, അതായത് നമ്മുടെ ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ജോമെട്രി ഡിറൈവ്ഡ് ഫ്രം വേർഡ്സ് ജിയോ ആൻഡ് മെട്രെയിൻ മീനിങ് എർത്ത് ആൻഡ് ടു മെഷർ. ഓക്കെ, ഈ ജോമെട്രി ഒരുപാട് പേര് ഇതിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് മാത്തമാറ്റീഷ്യൻസ് ജോമെട്രിയിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരുടെ സ്റ്റഡീസ് ആണ്? യൂക്ലിഡ് ജോമെട്രിയിൽ നടത്തിയ സ്റ്റഡീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. യൂക്ലിഡിയൻ ജോമെട്രി ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് യൂക്ലിഡിയൻ ജോമെട്രി ആണ്, അല്ലെങ്കിൽ യൂക്ലിഡ് ജോമെട്രിയെ പറ്റി പഠിച്ചിട്ട് യൂക്ലിഡ് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് യൂക്ലിഡ് കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യൂക്ലിഡിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ എക്സാമിന് യൂക്ലിഡ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ 1, 2, 3 എന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് 3 ഡെഫിനേഷൻസ്, അല്ലെങ്കിൽ യൂക്ലിഡ്സ് 3 പോസ്റ്റുലേറ്റ്സ്, അല്ലെങ്കിൽ റൈറ്റ് 1 പോസ്റ്റുലേറ്റ്, അല്ലെങ്കിൽ 1 ആക്സിയം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡെഫിനേഷൻസും അതുപോലെ തന്നെ ആക്സിയംസും അതുപോലെ പോസ്റ്റുലേറ്റ്സും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിൽ കുറെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂക്ലിഡിന്റെ ആദ്യത്തെ കുറച്ച് ഡെഫിനേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഡെഫിനേഷൻ, എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. ഓക്കെ, എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. ഓക്കെ, യൂക്ലിഡ് ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് ഇടുന്നു അല്ലെ, അതാണ് പോയിന്റ്. ആ പോയിന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. അതിന് ഒരു പാർട്ടും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു റെക്ടാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കുറെ കാര്യം പറയാൻ പറ്റും അല്ലെ. എന്താണ്? ഇത് ലെങ്ത് ആണ്, അതുപോലെ ഇത് ബ്രെഡ്ത്ത് ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പോയിന്റിൽ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. സോ എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. ഓക്കെ, ഒന്നാമത്തെ ഡെഫിനിഷൻ. ഇനി രണ്ടാമത് യൂക്ലിഡ് പറഞ്ഞൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എ ലൈൻ ഈസ് breadthless length. A line is breadthless length എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. breadthless length. ഞാൻ ഈ പറഞ്ഞ റെക്ടാംഗിളിന്റെ കേസ് വെച്ച് തന്നെ ഞാനത് പറഞ്ഞുതരാം. ഒരു ലൈൻ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? ബ്രെഡ്ത്ത് ഇല്ലാത്ത ലെങ്ത് മാത്രമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഒരു റെക്ടാംഗിൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഇതില് ലെങ്ത് കൊണ്ട് ബ്രെഡ്ത്ത് കൊണ്ട്, ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ് അല്ലെ. ഇതിപ്പോ ലെങ്ത് ചിലപ്പോൾ ഒരു 5 സെന്റിമീറ്ററും അതുപോലെ ബ്രെഡ്ത്ത് ചിലപ്പോൾ ഒരു 3 സെന്റിമീറ്ററും ആയിരിക്കാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രെഡ്ത്ത് 0 സെന്റിമീറ്റർ ആയാൽ എന്ത് സംഭവിക്കും? ബ്രെഡ്ത്ത്, ഈ ലെങ്ത് 0 സെന്റിമീറ്റർ ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലൈനും ഒറ്റ വരയായിരിക്കും. കണ്ടോ, ലെങ്ത് ഇതാണ്, ബ്രെഡ്ത്ത് ഇല്ല, ഇങ്ങോട്ടില്ല, 0 ആണ്. സോ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ എന്താ? കറക്റ്റ് അല്ലേ? എ ലൈൻ ഈസ് എ breadthless length അല്ലെ. ബ്രെഡ്ത്ത് ഇല്ലാത്ത ലെങ്ത് മാത്രമാണ് ആര്? ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. The ends of a line are points. The ends of a line are points. ഇത് ലൈൻ ആണ്. ലൈനിന്റെ എൻഡുകൾ തീർച്ചയായിട്ടും എന്തായിരിക്കണം? പോയിന്റുകൾ ആയിരിക്കണം. കാരണം ഒരു ലൈൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ന്യൂമറസ് പോയിന്റുകൾ അടുത്തടുത്ത് ന്യൂമറസ് പോയിന്റുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ലൈൻ ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ഗ്യാപ്പ് ഉണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഡോട്ട് ഇട്ടാലോ, ലൈൻ പോയിന്റ് ഇട്ടാലോ, അങ്ങനെ പോയിന്റ് ഇട്ട് ജോയിൻ ചെയ്ത് പോയിന്റ് ഇട്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇത്രയും സൂക്ഷ്മമായിട്ട് പോയിന്റ് എടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ലൈൻ ഉണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങറ്റത്തും ഇങ്ങനത്തുള്ളത് എന്ത് തന്നെയായിരിക്കും? പോയിന്റ്സ് തന്നെയായിരിക്കും. സോ അടുത്ത ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എന്താണ്? ദ എൻഡ്സ് ഓഫ് എ ലൈൻ ആർ പോയിന്റ്സ്. ഒരു ലൈനിന്റെ എൻഡുകൾ അങ്ങറ്റവും ഇങ്ങറ്റവും അതെന്താണ്? പോയിന്റ്സ് ആണ് അല്ലെ. പോയിന്റ്സ് ആണ്. ഇനി നാലാമത്തെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? നാലാമത്തെ ഡെഫിനിഷൻ, എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ ലൈൻ വിച്ച് ലൈസ് ഈവൻലി വിത്ത് പോയിന്റ്സ് ഓൺ ഇറ്റ്സെൽഫ്. എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ ലൈൻ വിച്ച് ലൈസ് ഈവൻലി വിത്ത് പോയിന്റ്സ് ഓൺ ഇറ്റ്സെൽഫ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.
ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ കാര്യമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് നിറയെ പോയിന്റുകളാണ് അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ്സ് ഇട്ടിട്ട് ഉണ്ടായതാണ് എന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത്. എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് വൺ വിച്ച് എന്താണ് ലൈസ് ഈവൻലി വിത്ത് പോയിന്റ്സ് ഓൺ ഇറ്റ് സെൽഫ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നിറയെ എന്താണ്? പോയിന്റ്സ് ആണ്. ഇതൊരു പോയിന്റ് ചേർത്ത് അങ്ങനെ പോയിന്റ് ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഈസ് ദാറ്റ് വിച്ച് ലൈസ് ഈവൻലി ഓൺ ഇറ്റ് സെൽഫ്. ഓക്കെ, അതാണ് യൂക്ലിഡിന്റെ ഫോർത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഡെഫിനിഷനിലോട്ട് പോകാം. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ സർഫസ് ഈസ് ദാറ്റ് which has length and breadth only. A surface is that which has length and breadth only. സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതലം അല്ലെ? ഇപ്പൊ ഈ ബോർഡ് ഒരു സർഫസ് ആണ് അല്ലെ? ഈ സർഫസിലാണ്, ഈ ബോർഡ് എന്ന് പറയുന്ന സർഫസിലാണ് ഞാൻ എഴുതുന്നത് അല്ലെ? അപ്പോ ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കി? ഇതിന് എന്തുണ്ട്? ലെങ്ത് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ബ്രെഡ്ത്ത് ഉണ്ട് അല്ലെ? അല്ലാതെ ഇതിന് പറയാൻ വേറൊന്നുമില്ല അല്ലെ? സോ എ സർഫസ് ഈസ് ദാറ്റ് which has ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് only. ഓക്കെ, ഒരു സർഫസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അടുത്ത, ദ എഡ്ജസ് ഓഫ് എ സർഫസ് ആർ ലൈൻസ്. സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു, തൊട്ട് മുന്നത്തെ ഡെഫിനിഷനിൽ പറഞ്ഞു, ഒരു സർഫസിന് എന്ത് മാത്രമേ ഉള്ളൂ? ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരു സർഫസിന്റെ എഡ്ജുകളെല്ലാം എന്താണ്? ലൈൻസ് ആണ്. The edges of a surface are all lines. ഒരു സർഫസിന്റെ എഡ്ജുകളെല്ലാം എന്താണ്? ലൈൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇപ്പോ ഇത് ഒരു ലൈനാണ്, ലെങ്ത് ആണ്. ബ്രെഡ്ത്ത് ലൈനാണ്. ഇത് ലെങ്ത് ആണ്, ലൈനാണ്. ഇത് ബ്രെഡ്ത്ത് ആണ്, അതും ലൈനാണ്. ശരിയല്ലേ? സോ എഡ്ജസ് ഓഫ് എ സർഫസ് ആർ ഓൾ എന്താണ്? ലൈൻസ്. ഒരു ലൈൻസ് ആയിരിക്കും ഒരു സർഫസിന്റെ എഡ്ജുകൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് ഏഴാമത്തതും അവസാനത്തതുമായ ഡെഫിനിഷനിലോട്ട് പോവാം. ഇങ്ങനെയാണ്: എ പ്ലെയിൻ സർഫസ് ഈസ് എ സർഫസ് വിച്ച് ലൈസ് ഈവൻലി വിത്ത് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ഇറ്റ് സെൽഫ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു ലൈൻ എങ്ങനെയാ ഉണ്ടായത്? ഒരു കുറേ സ്ട്രെയിറ്റ് പോയിന്റ് ചേർന്നിട്ടാണ് ഉണ്ടായത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സർഫസ് എങ്ങനെ ഉണ്ടായി? ഇപ്പൊ ഇതൊരു സർഫസ് ആണെന്നിരിക്കട്ടെ, ഇതിപ്പോ സർഫസ് ആണ്. ഈ സർഫസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കുറെ സ്ട്രെയിറ്റ് ലൈൻസ് ചേർന്നിട്ടാണെന്നുണ്ടായത് ഈ സർഫസ് ഉണ്ടായെന്നാ പറയുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടോ? അടുത്ത സ്ട്രെയിറ്റ് ലൈൻ അതിനോട് ചേർന്ന് തന്നെ, അടുത്ത സ്ട്രെയിറ്റ് ലൈനോട് ചേർന്ന് അങ്ങനെ വരച്ച് ഈ കോളം ഫില്ലാവില്ലേ? ഈ റെക്ടാംഗിൾ ഫില്ലാവില്ലേ? അതെല്ലാം എന്ത് ഉപയോഗിച്ചാണ് നമ്മൾ വരച്ചേക്കുന്നേ? സ്ട്രെയിറ്റ് ലൈൻസ്. ശരിയല്ലേ? സോ എ സർഫസ് is a surface, a plane surface is a surface which lies evenly with the straight lines on itself. അല്ലെ? ഒരു പ്ലെയിൻ സർഫസ് എന്താണ്? ഒരു സർഫസ് ആണ്. എങ്ങനെയുള്ള സർഫസ് ആണ്? അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആണ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഡെഫിനിഷൻ പഠിച്ചു? 7 ഡെഫിനിഷൻ പഠിച്ചു. ഒന്നാമത്തെ എന്താണ്? എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. അല്ലെ? രണ്ടാമത്തെ എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ പറഞ്ഞത് എ ലൈൻ ഈസ് എ breadthless length. Line is a breadthless length. മൂന്നാമത് പറഞ്ഞത് എന്താണ്? The ends of a line are points. A line ന്റെ ends എന്താണ്? Points ആണ്. അല്ലെ? അടുത്ത പറഞ്ഞത് എന്താണ്? ലൈനില് നിറയെ എന്താണ്? പോയിന്റ്സ് ചേർന്നാണ് ഉണ്ടാവുന്നത്. അല്ലെ? എന്താണ്? A straight line is a line which lies evenly with the points on itself. ശരിയല്ലേ? അടുത്ത എന്താണ് പറഞ്ഞത്? A surface is that which has length and breadth only. ശരിയല്ലേ? അടുത്ത എന്താ പറഞ്ഞത്? എന്താണ്? The edges of the surface are all straight lines. അല്ലെ? നമ്മൾ പറഞ്ഞു ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ. അല്ലെ? അതെല്ലാം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അല്ലെ? ലാസ്റ്റ് പറഞ്ഞത് എന്താ? സർഫസ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചാണ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എ പ്ലെയിൻ സർഫസ് ഈസ് എ സർഫസ് എന്താണ്? which lies evenly with the straight lines on itself. Okay, ഇത്രയുമാണ് യൂക്ലിഡിന്റെ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. 7 ഡെഫിനിഷൻസും നിങ്ങൾ ആദ്യം ചാപ്റ്ററിന്റെ പേര് എഴുതണം. ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി. അല്ലെ? എന്നിട്ട് ആദ്യം നമ്മൾ എന്താ എഴുതും? യൂക്ലിഡ്സ് ഡെഫിനിഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് കാണാം, ഇതിന് ശേഷം ഞാനിത് നോട്ടായിട്ട് തന്നെ ഈ ക്ലാസ്സിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ നമ്പർ 7 വരെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം.
അപ്പോൾ യൂക്ലിഡ്സ് ഡെഫിനിഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? യൂക്ലിഡ്സ് ആക്സിയംസ് ആണ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് യൂക്ലിഡ്സ് ആക്സിയംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യൂക്ലിഡ്സ് ആക്സിയംസ് ഹെഡിങ് കൊടുക്കണം. യൂക്ലിഡ്സ് ആക്സിയംസ്. ഒന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഓക്കെ, തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു ലൈനാണ്. ലൈനിന്റെ പേര് എ ബി എന്നാണ്. ഓക്കെ, വേറെ രണ്ട് ലൈൻസ് ഉണ്ട്. ഇവിടെ ഒരു ലൈൻ ഉണ്ട് സി ഡി, ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഇ എഫ്. ഓക്കെ, തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു ഈച്ച് അതർ അല്ലെങ്കിൽ വൺ അനദർ. സി ഡിയും എ ബിയും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. സി ഡിയും എ ബിയും ഈക്വൽ ആണ്. അതുപോലെ ഇ എഫും എ ബിയും ഈക്വൽ ആണ്. ഇ എഫും എ ബിയും ഈക്വൽ ആണ്. നോക്കിയേ, ഞാൻ രണ്ടെണ്ണം എടുത്തു. രണ്ടെണ്ണവും ഒരു കോമൺ ആയിട്ടുള്ള ഒന്നിന് ഈക്വൽ ആണ് അല്ലെ. സി ഡിയും എ ബിക്ക് ഈക്വൽ ആണ്, ഇ എഫും എ ബിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ യൂക്ലിഡ് പറയുന്നത് എങ്ങനെയാണ്? തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഇത് രണ്ടും ഇതിന് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റൂ. എങ്കിൽ സി ഡി ഈസ് ഈക്വൽ ടു ആരായിരിക്കണം? ഇ എഫ് ആയിരിക്കണം. ദെൻ സി ഡി ഈസ് ഈക്വൽ ടു എന്ത്? ഇ എഫ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആക്സിയം പറയുന്നത്. തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഓക്കെ, ഒന്നാമത്തെ ആക്സിയം. ഇനി നമുക്ക് രണ്ടാമത്തേലോട്ട് പോകാം. രണ്ടാമത്തെ ആക്സിയം. രണ്ടാമത്തെ: ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് then the wholes are equal. Okay, if equals are added to equals, if equals are added to equals, the wholes are equal എന്നാണ്. Okay, if equals are added to equals, the wholes are equal. സിമ്പിൾ ആണ്. ഈക്വൽസ് രണ്ട് നമ്പർ ഈക്വൽ ആണ്. ആരൊക്കെ? 2ഉം 2ഉം ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഈക്വൽസ് ആണ്. ഇനി ഈ ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ള മറ്റു രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു 3 ആഡ് ചെയ്തു. അതുപോലെ തന്നെ 3 തന്നെ ഈക്വൽ ആയിട്ട് 3 അല്ലേ ഉള്ളൂ. ഈ സൈഡിലും 3 ആഡ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും? ഈ കിട്ടിയ ഹോൾ നമ്പർ എത്രയാണ്? 2 + 3 എത്രയാ? 5. ഇവിടെ കിട്ടിയ നമ്പർ എത്രയാണ്? 5. ഈ നമ്പർ എന്ത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്? ഈക്വൽ ആയിരിക്കും. നമ്പറിന്റെ കേസിൽ മാത്രമല്ല, ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. എന്താണ്? ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ്, ഈക്വൽ ആയ രണ്ട് കാര്യങ്ങളോട് ഈക്വൽ ആയിട്ടുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്താൽ എന്താണ്? ആ കിട്ടുന്ന ഹോൾസ്, ആ കിട്ടുന്ന ടോട്ടൽസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2ഉം 2ഉം ഈക്വൽ ആയിരുന്നു. അതിനോട് ഈക്വൽസ് ആയിട്ടുള്ള 3ഉം 3ഉം രണ്ട് സൈഡിലും ആഡ് ചെയ്തു. അപ്പൊ കിട്ടിയ ഹോൾസ് എത്രയാണ്? 5ഉം 5ഉം അല്ലെ. അതും എന്താണ്? ഈക്വൽ ആണ്. സോ ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ്, ദ ഹോൾസ് ആർ ഈക്വൽ. ഓക്കെ, അടുത്ത തേർഡ് ആക്സിയം നമ്പർ 3. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ആഡ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ഇനി തിരിച്ച് സബ്ട്രാക്ട് ചെയ്യുന്ന കേസ്. ഇഫ് equals are subtracted from equals, the balance അല്ലെങ്കിൽ എന്ത് പറയും? The remainders are equal. If equals are subtracted from equals, the remainders are equal. ഈ എക്സാമ്പിൾ നോക്കാം. 5 ഈക്വൽസ് ആണ് അല്ലെ. 5 = 5. ഇനി ഈക്വൽ ആയിട്ടുള്ള നമ്പർ 2 എടുത്തു, സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ നിന്നും 2 സബ്ട്രാക്ട് ചെയ്തു, ഇവിടെ നിന്നും 2 സബ്ട്രാക്ട് ചെയ്തു. 2ഉം 2ഉം ഈക്വൽ ആണേ. അപ്പൊ 5 - 2 3. ഇവിടെയും 5 - 2 3. കിട്ടിയ ഡിഫറൻസുകൾ അല്ലെങ്കിൽ റിമൈൻഡേഴ്സ്, ആ കിട്ടിയ റിമൈൻഡേഴ്സ് എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. 3ഉം 3ഉം എന്ത് തന്നെ? ഈക്വൽ ആണ് അല്ലെ. ഇഫ് ഈക്വൽസ് ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽസ്, ദ റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. അതാണ് അടുത്ത ആക്സിയം. ഓക്കെ, അടുത്ത തിങ്സ് വിച്ച് കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ. തിങ്സ് which coincide with one another are equal to one another. കോയിൻസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിനു മുകളിൽ കൃത്യമായിട്ട് മറ്റതിരിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് 1 രൂപ കോയിൻ എടുക്കുക. 1 റുപ്പി കോയിൻ, നിങ്ങൾക്കറിയാം 1 റുപ്പി കോയിൻ അറിയാം. ഇങ്ങനെ ഒരു 1 റുപ്പി കോയിൻ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ സെയിം ടൈപ്പ്, വേറെ ടൈപ്പ് 1 റുപ്പി കോയിൻ അല്ല, അതിന്റെ അതേ ടൈപ്പ് ഒരു 1 റുപ്പി കോയിൻ എടുത്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ 1 റുപ്പി കോയിൻ എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് നോക്കുക. രണ്ടും ഒരുപോലെ ഇരിക്കും അല്ലേ. നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. ഒന്നിന്റെ മുകളിൽ കൂടെ നോക്കിയാൽ താഴെ വേറൊരു 1 റുപ്പി കോയിൻ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. കാരണം എന്താണ്? രണ്ടും ഈക്വൽസ് ആണ്. കറക്റ്റ് ഒരു വ്യത്യാസം, ചെറിയ വ്യത്യാസം പോലും ഇല്ല അല്ലെ. ഒന്നിനു മുകളിൽ ഒന്ന് കൃത്യമായിരിക്കുന്നുണ്ട്. എന്താണ്? കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുക കേട്ടോ. കോയിൻസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ട്,
മറ്റിപ്പോ എ ബി എന്നൊരു ലൈൻ ഉണ്ട്, അതുപോലെ സി ഡി എന്ന മറ്റൊരു ലൈൻ ഉണ്ട്. ഞാൻ സി ഡി എന്ന ലൈൻ കറക്റ്റ് ആയിട്ട് എനിക്ക് എ ബിയുടെ മുകളിൽ വെക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ എ ബി കഴിഞ്ഞു പോയതും ഇല്ല, എ ബിക്ക് പുറത്തോട്ട് പോയതും ഇല്ല, പുറത്തോട്ട് വന്നില്ല, അതുപോലെ എ ബിക്ക് അകത്ത് ഇരുന്ന് പോയതും ഇല്ല. കൃത്യം എ ബിയുടെ മുകളിൽ തന്നെ സി ഡി എടുത്ത് വെക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ എ ബി ആൻഡ് സി ഡി കോയിൻസൈഡ് എന്നാണ്. എ ബിയും സി ഡിയും കോയിൻസൈഡ് ചെയ്തു എന്നാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് കോയിൻസൈഡ് ചെയ്തത്? എ ബിയും സി ഡിയും എന്തായതുകൊണ്ടാണ്? ഈക്വൽ ആയതുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ₹1 കോയിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആക്സിയം എന്തായിരുന്നു? തിങ്സ് വിച്ച് കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ. കോയിൻസൈഡ് ചെയ്യുന്നത് എന്താണ്? ഒന്നൊന്നിനോട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ആക്സിയം ഇങ്ങനെയാണ് പറയുന്നത്. അഞ്ചാമത്തെ ആക്സിയം, the whole is greater than the part. The whole is greater than the part. ഒരു കേക്ക് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലെ. ഒരു കേക്ക് എടുത്തു, നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ പാർട്ടായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തു അല്ലെ. അപ്പോ ഈ പാർട്ട് 1/2 ആണ്, ഈ പാർട്ട് 1/2 ആണ്. ടോട്ടൽ എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലെ. അപ്പോ ഇതൊരു പാർട്ടാണ്, ഇതൊരു പാർട്ടാണ്, ഇത് മറ്റൊരു പാർട്ടാണ്. ഹോൾ എന്ന് പറഞ്ഞാൽ ഈ കേക്ക് ഫുള്ള്, അതായത് 1 എന്ന് പറയുന്ന ടോട്ടൽ. എപ്പോഴും എങ്ങനെയാണ്? ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. ഇതാണ് പാർട്ട് അല്ലെ. ഈ പാർട്ടിനേക്കാൾ കൂടുതൽ തന്നെയായിരിക്കും എപ്പോഴും എന്ത്? ആ ഹോൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. വേറൊരു എക്സാമ്പിൾ അതുപോലെ തന്നെ 4 ആക്കിയാലും നോക്കിയേ, ഇതിലെ ഒരു പാർട്ടാണിത് അല്ലെ. ഇത് ഈ ഹോളിനേക്കാൾ എപ്പോഴും ചെറുത് തന്നെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ഹോൾ തന്നെ ആയിരിക്കില്ലേ ഈ പാർട്ടിനേക്കാളും എപ്പോഴും വലുത് അല്ലെ. ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട് അല്ലെ. ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർട്ട്. ഗ്രേറ്റർ ദാൻ പാർട്ട്. ഓക്കെ, അതാണ് അടുത്ത ആക്സിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, തിങ്സ് വിച്ച് ആർ ഡബിൾ ഓഫ് ദ സെയിം തിങ്സ് ആർ ഈക്വൽ ടു വൺ അനദർ. ഓക്കെ, things which are double of the same things are equal to one another. അതായത് ഇപ്പോ 2 രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. നോക്കിയപ്പോ 2ന്റെ ഡബിൾ ആണ് അല്ലെങ്കിൽ 2ന്റെ ഇരട്ടിയാണ് ഇവിടെ ഉള്ള നമ്പർ. ഇവിടെ ഇങ്ങോട്ട് നോക്കിയപ്പോഴും ഇതേ 2ന്റെ ഡബിൾ ആണ് ഇവിടെ ഉള്ള നമ്പർ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒന്നിന്റെ ഡബിൾ ആയിട്ടുള്ള രണ്ടെണ്ണം, ഇരട്ടിയായിട്ടുള്ള രണ്ടെണ്ണം, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്പേഴ്സ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ എക്സാമ്പിൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്പേഴ്സ് വെച്ച് എന്ത് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, 2 എന്നൊരു നമ്പർ ഉണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് നമ്പർ വെച്ചു. അത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ, ആദ്യം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുത്തെ 2ന്റെ ഡബിൾ ആണ് ഈ നമ്പർ. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ എന്ത് കണ്ടു? ഇതേ 2ന്റെ ഡബിൾ ആണ് ഇവിടുത്തെ നമ്പർ. എങ്കിൽ ഇവിടെയും നമുക്ക് നോക്കി നേരിട്ട് പറയാം എന്താണ്? ഈ രണ്ട് നമ്പേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എന്താ പറയുന്നേ? തിങ്സ് വിച്ച് ആർ ഡബിൾ ഓഫ് ദ സെയിം തിങ്സ്. ഒരേ നമ്പറിന്റെ അല്ലെങ്കിൽ ഒരേ കാര്യത്തിന്റെ ഡബിൾ ആയിട്ടുള്ള രണ്ടെണ്ണം, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡബിൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? പകുതി, ഹാഫ് അല്ലെ. എന്താണ്? things which are halves of the same things are equal to one another. things which are halves of the same thing are equal to one another. എന്താ പറയുന്നേ? അപ്പോ രണ്ടെണ്ണത്തിന്റെ ഹാഫ് ആയിട്ടുള്ളത് ഇവിടെ 4 ആണുള്ളത്. ഇവിടെ രണ്ട് നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നോക്കിയപ്പോ ഇവിടത്തെ നമ്പറാണ് ആദ്യം നോക്കിയത്. ഇവിടെയുള്ള നമ്പറിന്റെ ഹാഫ് ആണിത് അല്ലെ. ഇവിടത്തെ ഹാഫ് ആണിത്. ഇനി ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെയുള്ള നമ്പറിന്റെ ഹാഫ് തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലെ. 4ന്റെ ഹാഫ് ആണ് 2, ഇവിടെയും 4ന്റെ ഹാഫ് ആണ് 2. എങ്കിൽ ഈ രണ്ട് നമ്പറും എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റൂ. 2 എന്താണ്? ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഈ നമ്പേഴ്സ് വെച്ച് ഞാൻ ഇത് എക്സാമ്പിൾ പറഞ്ഞതാണ്. സെയിം തിങ്ങിന്റെ ഹാഫ്സ് ആയിട്ടുള്ള രണ്ടെണ്ണം, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ വേറെ എക്സാമ്പിൾ ലൈൻ വെച്ചും പറഞ്ഞുതരാം. അപ്പോ എ ബി എന്ന ലൈനാണിത്. രണ്ട് ലൈനുണ്ട്, സി ഡി ഉണ്ട്, അതുപോലെ ഇ എഫ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു എ ബിയുടെ ഹാഫ് ആണ് സി ഡി, അതുപോലെ എ ബിയുടെ ഹാഫ് ആണ് ഇ എഫ്. എങ്കിൽ ആരൊക്കെ ഈക്വൽ ആയിരിക്കും? സി ഡിയും ഇ എഫും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു?
ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി. യൂക്ലിഡിയൻ ജോമെട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജോമെട്രി എന്ന വേർഡ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് യൂക്ലിഡ് ജോമെട്രിയിൽ ഡിഫൈൻ ചെയ്ത കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ, യൂക്ലിഡ്സ് ഡെഫിനിഷൻസ് ഒരു 7 പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞേ, യൂക്ലിഡ്സ് ആക്സിയംസ് ഒരു 7 പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന യൂക്ലിഡ്സ് ജോമെട്രിയിലെ അല്ലെങ്കിൽ യൂക്ലിഡ് പറഞ്ഞ ഡെഫിനേഷൻസും പഠിക്കണം, അതുപോലെ യൂക്ലിഡിന്റെ ആക്സിയംസും പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ യൂക്ലിഡ് പറഞ്ഞ ഒരു 5 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ആ പോസ്റ്റുലേറ്റ്സും പഠിക്കണം. അതുപോലെ ഇതിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക്